ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജിയാണ്, ഫീലിംഗ്സ് ആൻഡ് തോട്ട്സ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. എന്താണ് ഈ പേഴ്സന്റെ കറന്റ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്താണ്? ഡെസ്റ്റിനി വന്നിട്ടുണ്ട്, കറന്റ് എനർജിയാണ് ആൻഡ് കറന്റ് ഫീലിങ്സ്, സെലിബ്രേഷൻ വന്നിട്ടുണ്ട്. ഇവരുടെ കറന്റ് തോട്ട്സ് എന്താണ്? പവർ വന്നിട്ടുണ്ട്. പവറിന് ക്ലാരിറ്റി ആയിട്ട് ഒരു കാർഡും കൂടി എടുക്കാം. ഫയർ ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറന്റ് എനർജിയിൽ, ഈ പേഴ്സന്റെ കറന്റ് എനർജിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഡെസ്റ്റിനിയാണ്, അതായത് ഒരു സോൾ കണക്ഷൻ ഇവിടെ ഉണ്ട് നിങ്ങൾ തമ്മിൽ. ഈ പേഴ്സന്റെ ഫീലിങ്സ് നോക്കുന്ന സമയത്ത് സെലിബ്രേഷൻ ആണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, മേ ബി നിങ്ങൾ ഈ ഒരു ആളുടെ ഫ്രണ്ട് ആയിരിക്കാം, ഈ ഒരു പേഴ്സന്റെ ഫ്രണ്ട് ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആയിരിക്കാം. നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകുന്ന ഒരു റിലേഷനാണിത്. അതായത് എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും, എല്ലാ തരത്തിലും എല്ലാം കൊണ്ടും ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം സെലിബ്രേഷൻ ആണ് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫീലിങ്സ് കാണുന്നത്. അതായത് അവർ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തോട്ട്സ് നോക്കുന്ന സമയത്ത് ഇവിടെ ഫയർ ഫൗണ്ടേഷനും അതുപോലെ പവറുമാണ് വന്നിട്ടുള്ളത്. ഈ പേഴ്സണ് ഈ റിലേഷൻഷിപ്പിൽ കുറച്ചും കൂടി സ്ട്രെങ്ത് ആവാനുണ്ട്. കുറച്ചും കൂടി സ്ട്രെങ്ത് ആയാലേ, സ്ട്രോങ് ആയാലേ ചില ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം അതിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ഞാനിവിടെ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഒരു സോൾ കണക്ഷൻ ഇവിടെ ഉണ്ട്. സോ ഇത് ഭയങ്കരമായിട്ടൊരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ തമ്മിൽ ടെലിപ്പതിക്കൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാവാം. അതായത് നിങ്ങളുടെ സെയിം ഫീലിങ്സ് ആ പേഴ്സൺ ഉണ്ടാവുമായിരിക്കും, ആ പേഴ്സണുള്ള സെയിം ഫീലിങ്സ് നിങ്ങൾക്കും ഉണ്ടാവുമായിരിക്കും. ഇതിന് ക്ലാരിറ്റി ആയിട്ട് നമുക്ക് ടാരോട്ട് കാർഡ്സ് എടുത്ത് നോക്കാം. ഫീലിങ്സ് എന്താണ്? ചാരിയറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അഗെയിൻ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. അതായത് നിങ്ങളെ ഒന്നും കൂടി ഇവർക്ക് പ്രപ്പോസ് ചെയ്യണം. നിങ്ങൾ തമ്മിൽ സെപ്പറേഷനിലാണെങ്കിൽ ഒന്നും കൂടി നിങ്ങളുടെ അടുത്തോട്ട് വരണം. ചാരിയറ്റ് എന്ന് പറയുന്നത് ഒരു കുതിരപ്പുറത്ത് വരുന്ന ഒരു രാജകുമാരൻ, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് ഒരു ഫാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു എനർജിയാണ്. സോ നിങ്ങൾക്ക് അത് ഫാസ്റ്റ് ആയിട്ട് തന്നെ നടക്കും എന്നുള്ളതാണ്. അപ്പം മനസ്സിലാക്കുക, ഇവിടെ നിങ്ങൾ ചേസ് ചെയ്യുന്നില്ല, സ്പൈ ചെയ്യുന്നില്ല, അങ്ങനെ മാറി നിൽക്കുന്ന വ്യക്തികൾക്കായിരിക്കും ഇത് കൂടുതൽ റെസനേറ്റ് ആവുക. കാരണം ഇത് ഡെസ്റ്റിനി ആയതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളിലേക്ക് ഒതുങ്ങിയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആളുകൾക്കായിരിക്കും കൂടുതൽ കണക്ട് ആവുക. അപ്പം ഈ പേഴ്സൺ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ എഗെയിൻ വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു സെപ്പറേഷനിലൊക്കെ ആയിരിക്കാം. അപ്പൊ ഈ പേഴ്സൺ ഒരുപാട് ഫീലിങ്സ് നിങ്ങളടുത്ത് ഉണ്ട്. അതായത് ഇവിടെ ഓൾറെഡി നമ്മൾ സ്നേഹം ഒരുപാട് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞു. അപ്പം ഇവർക്ക് നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷെ അതൊന്നും അവര് പുറത്തോട്ട് വിടുന്നില്ല. പകരം ഇങ്ങനെ ഹൈഡ് ചെയ്ത് സ്വന്തം അത് മൂവ് ചെയ്യാണ്. ഓക്കെ, അത് എന്തിനാണ് അവർ അങ്ങനെ ചെയ്യുന്നത്? സ്നേഹം ഉണ്ടെങ്കിൽ പ്രകടിപ്പിച്ചുകൂടെ? അപ്പം അതൊന്ന് നമുക്ക് ക്ലാരിറ്റി നോക്കാം. 8 ഓഫ് വാൻസിന്റെ എനർജിയാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഓവർ തിങ്കിങ് ആണ്, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഓവർ തിങ്കിങ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഒരു ക്യാരക്ടർ ആയിരിക്കാം, നിങ്ങൾ കൂടുതലായിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഭരിച്ചു നിർത്തുന്ന ഒരു പേഴ്സൺ ആണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ നിങ്ങൾ തുടക്കം കൊടുത്തിട്ടുള്ള വാക്കുകളെല്ലാം നിങ്ങൾ തെറ്റിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംതിങ് കാര്യങ്ങളുണ്ട്. അവരെ കൂടുതലായിട്ട് ഭരിക്കാൻ ശ്രമിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പൊസസീവ്നെസ് കൊണ്ട് ചെയ്യുന്നതായിരിക്കാം, സ്നേഹം കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പേഴ്സണ് ഇറിറ്റേറ്റിംഗ് ആണ്. അതായത് തുടക്കം നിങ്ങൾ അവരുടെ എല്ലാ സ്വഭാവങ്ങളും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് അവരുടെ സിറ്റുവേഷൻസ് ഒക്കെ അറിയാമായിരിക്കും. പക്ഷെ പോകെ പോകെ നിങ്ങൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും, നിങ്ങൾ അതിലൊരു കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകും, നിങ്ങൾ അവരുടെ അടുത്ത് അതെല്ലാം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ടാകും. അവരുടെ ക്യാരക്ടർ ഓവറോൾ നിങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും. അതായത് ഒരു ഫാദർ ഫിഗർ ഒരു കൂടുതലായിട്ടും ഒരു മെയിൽ എനർജി, ഓക്കെ, അത് നിങ്ങൾ അവിടെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പം മനസ്സിലാക്കാം, ഈ ഒരു സ്വഭാവം കൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ. അവരെ തെറ്റ് ചെയ്യുന്ന ഒരാളോ അല്ലാത്ത ഒരാളോ എന്തെങ്കിലും ആവട്ടെ, അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് കുറച്ചുകൂടി സ്ട്രെസ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. സോ അതൊക്കെ കൊണ്ടാണ് അവരിവിടെ സൈലന്റ് ചെയ്യുന്നത്. അതായത് അവർ എഗെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും അങ്ങോട്ട് കൂടുതൽ അധികാരം എടുത്ത് പോകും എന്നുള്ള ഒരു വിചാരത്തിലാണ് അവരിങ്ങനെ
സൈലന്റ് ആവുന്നത്, അവരുടെ ഫീലിങ്സിനെല്ലാം അവർ ഹൈഡ് ചെയ്യുന്നത്. 10 ഓഫ് സോർട്സിന് എനർജി വന്നിട്ടുണ്ട്. സിറ്റുവേഷൻ കൊണ്ടാണ് ഈ ഒരു എൻഡിങ് എന്നുള്ളതാണ്. ഇതവർ ഭയങ്കരമായിട്ട് പെയിൻഫുൾ മൊമെന്റ്സ് ആണ് അവർക്ക് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. നന്നായിട്ട് പെയിൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് അവരെവിടെയും ഇങ്ങനെ പുറത്ത് കാണിക്കാൻ, ഇപ്പൊ നിങ്ങൾ ചിലപ്പം ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഈ പേഴ്സൺ ഒരിക്കലും അത് പറയുകയോ പുറത്ത് കാണിക്കുകയോ അങ്ങനെ ഒന്നും ഇവർ ചെയ്യുന്നില്ല. ഓക്കെ, ഇവരെന്താ ചെയ്യുന്നത്, സ്വന്തം കടിച്ചു പിടിച്ച് അമർത്തി അത് സ്വന്തം എന്താ പറയാ, ഒരു സമയമാകുമ്പോൾ മാത്രമേ ഇവർക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഉള്ളൂ. 8 ഓഫ് പെൻഡക്കിളിന്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണിത്. പക്ഷെ അവർക്ക് എത്രത്തോളം അവരുടെ ലൈഫിനെ ഹീൽ ചെയ്തെടുക്കാൻ പറ്റുമോ, എത്രത്തോളം ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റുമോ അത്രത്തോളം അവർ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഇവരുടെ ഫീലിങ്സും തോട്ട്സും കൂടുതലായിട്ട് നോക്കുമ്പോൾ നമുക്ക് കൂടുതലും വന്നത് അവരുടെ സിറ്റുവേഷൻ ആണ്. ഓക്കെ, അതിനർത്ഥം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളുടെ അടുത്ത് ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഈ തോട്ട്സ് ഉണ്ട്, അതൊക്കെ ഉണ്ട്, പക്ഷെ ഇതൊക്കെ ഹൈഡ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഓക്കെ, ഇവിടെ ഒരുപാട് സ്നേഹം ഈ പേഴ്സൺ ഉണ്ട്. ഇവർക്ക് തോട്ട്സ് വരും, പക്ഷെ ഈ തോട്ട്സ് വരുന്ന സമയത്ത് തന്നെ അവർ പെട്ടെന്ന് അതിനെ ബ്രേക്ക് ചെയ്യും. അതാണ് നമുക്ക് ഇവിടെ ഒരു ഹീലിംഗ് ആയിട്ട് കണ്ടത്. അവർ പെട്ടെന്ന് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആയിട്ട് പോകും. ഓക്കെ, അതായത് അതിനെ ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാണ്. പിന്നെ ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 9 ഓഫ് കപ്സ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കാർഡ് പറയുന്നത് തന്നെ നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹമുള്ള ഒരു കാർഡാണിത്. പക്ഷെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എന്താക്കുക, തീരുമാനങ്ങളും ആക്ഷനൊക്കെ എടുക്കുക. ഓക്കെ, അതായത് നിങ്ങളുടെ ഭാഗത്താണോ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആ പേഴ്സന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് തെറ്റ് പറ്റുന്നത് എന്നൊക്കെയുള്ളത് കറക്റ്റ് ഒരു ഐഡിയ വെച്ചിട്ട് ആക്ഷൻസ് എടുക്കുക. ഇവിടെ 2 ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ഇത് സോൾ കണക്ഷൻ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ സോൾ കണക്ഷൻ തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, സോൾ കണക്ഷനിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഈ സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ ഒരു അട്രാക്ഷൻ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും. അതൊരിക്കലും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനോ ആ പേഴ്സണ് മൂവ് ഓൺ ചെയ്യാനോ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ട് ലെറ്റ് ഗോ ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതാണ് ഞാൻ തുടക്കമേ പറഞ്ഞത്. ഇതിൽ നിന്നും ലെറ്റ് ഗോ ചെയ്തിട്ടുള്ള പേഴ്സൺസിന് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അതായത് എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങൾ ഇത് ലെറ്റ് ഗോ ചെയ്ത് ഇതിൽ നിന്ന് പൂർണ്ണമായി മാറിയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഈ ഒരു റീഡിംഗ് കൂടുതൽ റെസനേറ്റ് ആവുന്നത്. ആ പേഴ്സൺ നിങ്ങളടുത്തോട്ടായിരിക്കും ആക്ഷൻ എടുത്തോട്ട് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ടുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ബിക്കോസ് കുഞ്ഞനുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേരുണ്ട്, അതിൻ്റെ സൗണ്ടുകളായിരിക്കും കേട്ടോ.